കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, നിത്യപിതാവേ, അനുഗ്രഹമുള്ള ഈ വിശുദ്ധ ദിവസത്തിന്റെ വൈകിയ വേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഖ്വാദോഷ് ക്രിസ്ത്യൻ ചർച്ചിന്റെ 5ാമത് ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ സുവിശേഷ മഹായോഗത്തിന്റെ ക്രമീകരണം നടത്തുവാൻ വലിയവനായ ദൈവം ഭാഗ്യം തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷം അത് ഭംഗിയായി നടത്തുവാൻ തക്കണം കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ പ്രാരംഭ രാത്രികാലം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, അനുഗ്രഹീതമായ വചനങ്ങളെ ശ്രവിക്കുവാൻ തക്കണം കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുവാൻ തക്കണം കർത്താവ് തന്റെ ഭൃത്യന്മാരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രകൃതിവാൻ തക്കണം ഈ ദേശത്തോട് കർത്താവിന്റെ വാഴ്ത്തത്തെ വചനത്തെ വിളിച്ചറിയിക്കുവാൻ കർത്താവ് ഈ സുവിശേഷ യോഗത്തിന് മുഖാന്തരം ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. I'm
ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഏകാഗ്ര ചിന്തയോടെ ഒന്നായിരിക്കാം. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയട്ടെ. നമ്മുടെ ആത്മീയ കണ്ണുകളൊന്ന് തുറക്കപ്പെടണം. ഈ രാത്രി നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് വെറും ഒരു കൺവെൻഷൻ മാത്രം പങ്കെടുക്കുവാനല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയായി മാറട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ഏകാഗ്രതയോടെ ആയിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ പോവുക. നമുക്ക് ഏകാഗ്രതയോടെ ഒന്ന് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ കർത്താവേ, ഇന്ന് രാത്രികാലം ഈ പ്രാരംഭ യാമത്തിൽ നീ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവേ, സ്തോത്രം ചെയ്യാം. പെരുവെള്ളത്തിൽ എഴുച്ചിൽ പോലെയുള്ള നിന്റെ ശബ്ദം ഇന്ന് ഞങ്ങൾ കേൾക്കേണ്ടതിന് ഞങ്ങളുടെ കാതുകളെ കൂർപ്പിക്കുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാദേശ് മരുവിനെ നടുക്കുന്ന ആ ശബ്ദം ഇന്ന് ഞങ്ങൾക്ക് കേൾക്കണമെന്നതാ. ഹല്ലേലൂയ. നിന്റെ ശബ്ദം അത്ര ഭയങ്കരമായ ശബ്ദമാ ദൈവമേ. ഇന്ന് ഞങ്ങളുടെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിൽ പോലും ദൈവമേ, ഈ സമയം നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നീ കാലാവസ്ഥ ഇത്ര അനുകൂലമാക്കി തന്നു. ഇത്ര മനോഹരമായ കാലാവസ്ഥ ഞങ്ങളുടെ തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ നിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ മഹൽ ഭാഗത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക കർത്താവേ, സ്തോത്രം ചെയ്യുക നാഥാ. ഹല്ലേലൂയ. ദൈവമേ, സങ്കീർത്തനക്കാരൻ പാടുന്നത് യഹോവയുടെ വചനം നിർമ്മല വചനങ്ങളാകുന്നു. അത് കേൾക്കാനായി നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുന്നത്. ആ നിർമ്മലമായ വചനം അത് ഇന്ന് ഞങ്ങളോട് നീ സംസാരിക്കണമേ. കടന്നു വന്നിരിക്കുന്ന വചനം ഘോഷിക്കുന്ന ദൈവദാസനോർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിന്റെ പാദപീഠത്തിൽ നിന്ന് മകനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവമേ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നിന്റെ ഓട്ട തീരുമാനമായിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, സ്വർഗ്ഗസ്ഥനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. നിന്റെ മക്കൾ കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളിലായി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതുപോലെ ഇന്ന് കർത്താവേ സന്ധികൾ ഞങ്ങൾക്ക് ആമേൻ ഈ പന്തലിന്റെ കീഴിൽ ഒന്നിച്ച് കടന്നു വന്ന് സർവശക്തനായിരിക്കും ദൈവത്തെ സ്തുതിക്കുവാൻ നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ്, ഇവിടെ നടത്തപ്പെടുന്ന സുവിശേഷ മഹായോഗത്തെ നീ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ കൺവെൻഷൻ മുഖാന്തരം ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുമാറാകണമേ. ഇന്ന് രാത്രി ശക്തിയോടെ ദൈവമേ, നിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഇറങ്ങി വരുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, രോഗികളെ സൗഖ്യമാകുവാൻ, പാപികൾ മനസ്സാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കൺവെൻഷൻ മുഖാന്തരം ദേശത്തുണ്ടാകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവവചനം കർത്താവേ ദേശത്തോട് പ്രഘോഷിക്കുന്ന ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, നിന്റെ ആത്മാവ് ഇന്ന് രാത്രി തന്റെ ദാസൻ ഇടപെടുമാറാകണമേ. ദേശത്ത് ആവശ്യമാകുന്ന ദൈവികമാകുന്ന ആലോചനകൾ അവിടെ നിറയ്ക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആദിയോട് അവസാന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് അവിടെ നിശുദ്ധീകരിക്കണമേ. കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കടകൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്ത്തി അപേക്ഷിക്കുന്നു. ദയതോ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ചുരുക്ക നിമിത്തം പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ വർഗീസ് അവർ മുമ്പോട്ട് കടന്നു വന്ന് സ്വാഗത പ്രസംഗം നടത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുകയും. ഈ സുവിശേഷ ദൗത്യവുമായിട്ട് കാതോഷ് ക്രിസ്ത്യൻ ചർച്ച് അതിൻ്റെ ഒരു ചെറിയ ഭാഗമായി ആമീൻ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ജനറൽ കൺവെൻഷനും ഈ സുവിശേഷ മഹായോഗം ഇവിടെ ക്രമീകരിക്കാൻ സാധിച്ചത്. വളരെ ദിവസം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു കൂടിവരവ് ക്രമീകരിപ്പാൻ തക്കൊണ്ട് വലിയവനായ ദൈവം സഹായിച്ചത്. ആദ്യമായി വലിയവനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അവൻ ഇത്രത്തോളം സഹായിച്ചല്ലോ. കാലാവസ്ഥ അനുകൂലമായിരുന്നു. 5 മണിക്ക് ശേഷം നല്ല മഴ പെയ്തു. എന്നാൽ ആമീൻ മാത്രം ജനങ്ങൾക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കൊണ്ട് വലിയവനായ ദൈവം പ്രകൃതിയുടെ മേൽ നിയന്ത്രിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ സമയം ചുരുക്കമാക്കിയാൽ ഒറ്റ വാക്കിൽ തന്നെ എല്ലാവരും സ്വാഗതിക്കാനായിട്ട് എൻ്റെ കർത്തൃത്വത്തിലേക്ക് ഞാൻ കടക്കട്ടെ. വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്.
കാതോസ് ക്രിസ്ത്യൻ ചർച്ച് മിഷനെ കുറിച്ച് ഒറ്റ വാക്കിൽ കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രവർത്തനം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസിലെ രജിസ്ട്രേഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. സർവ്വവല്ലഭനായ ദൈവം ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന ഏറ്റവും വലിയൊരു അവസരമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ലൈസൻസിൽ ഒരു പ്രവർത്തനം. സാമ്പത്തികമായ രീതിയിലൊക്കെ ഞങ്ങൾക്ക് പലവിധമായ പരിമിതികളുണ്ടെങ്കിലും സർവത്തിലെ വലിയവനായ ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ലൈസൻസ് രജിസ്ട്രേഷൻ തന്നു. ആ പ്രവർത്തനത്തെ ഇത്രത്തോളം ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും മതിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. കേരളത്തിന് പുറത്ത് രാജസ്ഥാൻ്റെ പ്രദേശത്ത്, ഗൾഫിൻ്റെ പ്രദേശത്ത്, ദൈവം അനുവദിച്ചാൽ US-ൻ്റെ പ്രദേശത്ത് ഈ ചർച്ചയെ പ്ലാൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാവിധമായ കരുതലുകൾക്കും എല്ലാ നടത്തിപ്പിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനാണ്, നമുക്കറിയാം. ആ കർത്താവിൻ്റെ ദാസന് ഇന്ന് രാത്രി കാലം 8:45 ഇവിടെ നിന്ന് വിരമിക്കേണ്ടതായിട്ടുണ്ട്. മലബാറിൻ്റെ പ്രദേശത്തേക്ക് 9 മണിക്ക് തിരുവല്ലായിൽ നിന്ന് യാത്ര തിരിക്കേണ്ടതുണ്ട്. കർത്തൃദാസനോടുള്ള ബഹുമാനാർത്ഥം, സ്നേഹാർത്ഥം ഇന്ന് രാത്രികാലം ഉദ്ഘാടനത്തോടുള്ള ബന്ധത്തിൽ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനാധാരമായി ഞാൻ തന്നെ 1-2 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി തിമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാനത് വേഗത്തിലൊന്ന് വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടി കഷ്ടം സഹിക്കാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിൽ നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നത് ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ഇന്ന് രാത്രികാലം ആമേൻ ബന്ധനമില്ലാത്ത ദൈവവചനം ആമേൻ സ്തോത്രം സുവിശേഷ മഹായോഗത്തിൽ ആമേൻ ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവഭക്തരെ ഒരിക്കൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. തന്റെ നിജപുത്രനായിരിക്കുന്ന തിമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ ബോധിപ്പിക്കുവാനുള്ള ആത്മീയ സന്ദേശമാണ് ഞാൻ ഇവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ചത്. അതിലൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വചനഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ്. എങ്കിലും ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് ലോകത്തിൽ അനേകർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, അനേകർക്ക് ബന്ധനമുണ്ടെന്ന് പറയുന്നു, അനേകർക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം നിങ്ങൾ ശ്രമിക്കുവാൻ പോകുന്ന ദൈവവചനം, ഈ ഉച്ചഭാഷണിയുടെ മണ്ഡലത്തിലായിരിക്കുന്ന ഏവരും കേൾക്കുന്ന ദൈവവചനത്തിന് ബന്ധനമില്ലാത്തതാണ്. കർത്താവിന്റെ ദാസനാമേ സ്വന്തം ഇന്ന് രാത്രികാലം അത് പ്രഘോഷിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ, എന്തെങ്കിലും തടസ്സമുണ്ടെന്നോ, എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടെന്നോ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ ആത്മാവിൽ നിന്ന് രാത്രികാലം വിളിച്ചറിയിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കൊണ്ട് നിങ്ങൾ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവരാകയാൽ നിങ്ങൾക്കും ബന്ധനം ഇല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. കാതോസ് മിഷൻ ചർച്ച് മിഷന്റെ 5ാമത് ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളോട് നന്ദി അറിയിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഞാൻ ഈ സുവിശേഷ മഹായോഗത്തെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.